ഈ സ്വലാത്ത് എപ്പോഴും ചെല്ലാൻ മാഷാ അല്ലാഹ്. നാളെ MBBSന്റെ പരീക്ഷയാണ്. നാളെ നിങ്ങൾ സ്വലാത്തുൽ ഫാത്തിൽ ഇരിക്കുന്നവരാണോ, ജയം ഉറപ്പാണ്. ജയം നിങ്ങൾക്ക് ഉറപ്പാണ്. പരാജയം നിങ്ങൾ രുചിക്കേണ്ടി വരില്ല. അതാണ് സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത്. മാഷാ അല്ലാഹ്. നാളെ MBBSന്റെ പരീക്ഷയാണ്. നാളെ നിങ്ങൾ സ്വലാത്തുൽ ഫാത്തിൽ ഇരിക്കുന്നവരാണോ, ജയം ഉറപ്പാണ്. ജയം നിങ്ങൾക്ക് ഉറപ്പാണ്. പരാജയം നിങ്ങൾ രുചിക്കേണ്ടി വരില്ല. അതാണ് സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത്. അസ്സലാമു അലൈക്കും. ഈ ആറ്റക്കോയയുടെ മജ്ലിസിൽ സ്വലാത്തുൽ ഫാത്തിഹിന് പോയി ഇരുന്ന് കഴിഞ്ഞാല് MBBS പരീക്ഷയ്ക്ക് പോയാൽ നിങ്ങൾക്ക് ജയം ഉറപ്പാന്നാ പറഞ്ഞത്. ജയം ഉറപ്പാണെന്നാ. പഠിക്കൊന്നും വേണ്ട, ഇതിൽ പോയി ഇരുന്നാ മതി. ഇനി പഠിച്ചു തന്നെ കരുതി, പഠിച്ച ആളാണെങ്കിൽ തന്നെ ഇതിൽ പോയി ഇരുന്നത് കൊണ്ട് എങ്ങനെ അത് ഉറപ്പാക്കുക അല്ലേ? എന്തോട്ടെ, ഇവരുടെ സ്വലാത്തുൽ ഫാത്തിഹിലും അതുപോലെയുള്ള ഇവരുടെ ഈ തരികിടകളിലൊക്കെ പോയിരുന്നിട്ട് MBBS ജയിക്കുന്നും പറഞ്ഞിട്ട് പഠിക്കാണ്ട് നടക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾ ജയിക്കൂല. നിങ്ങൾ പഠിച്ചാലേ ജയിക്കുള്ളൂ. പഠിച്ചാൽ മാത്രമേ പരീക്ഷ പാസ്സാവുള്ളൂ. അല്ലാതെ പഠിക്കാതെ ഏതെങ്കിലും സ്വലാത്തിൽ എന്തെങ്കിലും പോയിരുന്നിട്ട് എന്തെങ്കിലും ചൊല്ലിയിട്ട് ജയിക്കൂലല്ലേ? മനസ്സിലാക്കിക്കോളിയും ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോ കുറച്ച് ദിവസങ്ങൾ മുമ്പ് കയ്യിൽ കിട്ടിയതാണ്. അപ്പോ എന്തായാലും ഒന്ന് പുറത്തു വിടണമെന്നുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും വിവരിക്കാനില്ല, വിശദീകരിക്കാനില്ല. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ചെറിയൊരു വീഡിയോ ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്, കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു കുഞ്ഞുറുമ്പ് അതിന്റെ കാലുകൾ കൊണ്ട് ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് നിങ്ങളിലേക്ക് കയറി വരുന്നത് നിങ്ങൾ അറിയുമോ? ഒരു ഉറുമ്പ് കടന്നു വരുന്നത് നിങ്ങൾ അറിയുമോ? അതിനേക്കാൾ ഗോപ്യമായി നിങ്ങളിലേക്ക് കടന്നു വരുന്ന ചെറിയ ശിർക്കാണ് റിയ എന്ന മുസ്തഫ പറയുമ്പോ എത്രത്തോളം നമ്മുടെ അമല് റിയ ഇല്ലെന്ന് മുക്തമാവാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ സഫിൽ നിന്ന് നിസ്കരിക്കുമ്പോ എന്റെ മനസ്സിലൊരു തോന്നൽ, ഞാൻ ഇന്നും ഒന്നാം സഫിൽ എത്തുന്നുണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ പള്ളിയിൽ വരുന്നവരൊക്കെ ഇടയിൽ എനിക്കൊരു പേരുണ്ടാവണം. പോയി ആ നിസ്കാരം ബാത്തിലായി. എന്നും തഹജ്ജുദിന് എഴുന്നേൽക്കുന്നു ഒരു പെണ്ണുങ്ങൾ, ഒരു ഉമ്മ, അല്ലെങ്കിൽ ഒരു ഉപ്പ, ഒരാണ്, ഒരു പുരുഷൻ, ആരോ ആകട്ടെ. അയാൾ പറയുന്നു, ഇന്നലെ ഒരു നല്ല മഴ പെയ്തു. എപ്പോഴായിരുന്നു എന്നറിയാമോ? അപ്പോൾ രാത്രി 3:30 മണി സമയമാ. അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു? ഞാൻ തഹജ്ജുദിന് എഴുന്നേറ്റ നേരമായിരുന്നു. ആ തഹജ്ജുദ് വെള്ളത്തിലായി. അള്ളാന്റെ കിതാബ് പാരായണം ചെയ്യുന്നു, ദിക്റുകൾ ചൊല്ലുന്നു, സ്വലാത്തുകൾ ചൊല്ലുന്നു, നല്ല നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. ഒക്കെ ആളുകൾ കാണിക്കാനാണ്. എല്ലാവരും റമദാനാകുമ്പോൾ ഉംറക്ക് പോകുന്നു. എനിക്കും പോകണം ഒരു ഉംറക്ക്. എന്താണ് എനിക്കൊരു കുറവുള്ളത്? എന്നേക്കാൾ സാമ്പത്തികമായി പിറകോട്ടുള്ളവരൊക്കെ പോകുന്നു, ഞാനും പോകണ്ടേ? ആളുകൾക്കിടയിൽ ഒന്ന് പോകണ്ടേ? ഇനി ഒരു ഹജ്ജിന് പോകണ്ടേ? ഒരു ഹാജി പട്ടം വേണ്ടേ? ഹജ്ജിന് എല്ലാവരും പോകുന്നില്ലേ, നമ്മൾ എന്തുകൊണ്ട് പോകുന്നില്ല? അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടോ? ഏതേത് കാര്യങ്ങളിലാണ് ആ ചിന്ത വരുന്നത്? അത് വിശദീകരിച്ചാൽ ഇവിടെ മണിക്കൂറുകൾ കൊണ്ട് അവസാനിക്കൂല. അതുകൊണ്ട് ചുരുക്കി പറയട്ടെ, ഞാൻ എന്നോടും നിങ്ങളോടും പറയുന്നു, ഞാനും നിങ്ങളും ചെയ്യുന്ന ഏതേത് കർമ്മങ്ങളുണ്ടോ 3 അവസരങ്ങളിലും ഈ റിയാ നമ്മൾ ഭയപ്പെടണം. ഒന്ന്, ഒരു അമല് ചെയ്യുന്നതിന്റെ മുമ്പ് നിയ്യത്ത് ക്ലിയർ ആക്കണം. പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലും നിയ്യത്ത് ക്ലിയർ ആവണം. പ്രവർത്തിച്ചു കഴിഞ്ഞാലും നിയ്യത്ത് ക്ലിയർ ആവണം. 3 ഘട്ടത്തിലും ഇത് നമ്മൾ പേടിക്കണം. പല പ്രവർത്തനങ്ങളും നമ്മൾ തുടങ്ങുമ്പോൾ നല്ല നിയ്യത്തായിരിക്കും, പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിയ്യത്തിലൊരു മാറ്റം. അബദ്ധമായി. ഇനി ഒന്നാമത്തത് ക്ലിയറാണ്, ചെയ്യുമ്പോ നല്ല നിയ്യത്താണ്, ഒരുങ്ങുമ്പോഴും നല്ല നിയ്യത്താണ്. പക്ഷേ ചെയ്തതിന്റെ ശേഷം ഇബ്ലീസ് എന്നോട് പറയുന്നു നിയ്യത്തിലൊരു കളങ്കം. അതാൾക്കാർക്കിടയിൽ ഒരു പേരിന് ഞാൻ ഉദ്ദേശിച്ചാൽ എന്റെ പ്രവൃത്തി അവിടെ പോയി, അവിടെ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശേഷവും എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത കടന്നു വന്നാൽ എന്റെ അമലും പൊളിഞ്ഞുപോയി. ഇതിനേക്കാണൊരു വലിയ സങ്കടം. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങൾ.